അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, വിശ്വാസികളെ, ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മുദബ്ബിറുൽ ആലം, അതുപോലെ ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാർ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം നിങ്ങൾ കേൾക്കണം. അതിൻ്റെ ശേഷം മറ്റൊരാൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയാണ്, അതിനെ നിരാകരിക്കുന്നു. അതുപോലെ എ പി ഉസ്താദ് പറയുന്ന രീതിയിൽ പറയുന്ന പാകര ഉസ്താദ്, അതുപോലെ അഹ്സനിമാർ, ഒരുപാട് ഉസ്താദന്മാർ അതിനെ വാദിക്കുന്നു. ഒരു ഇല പോലും അനങ്ങണമെങ്കിൽ അവിടുത്തെ CM മടവൂർ കരുതണമെന്ന് ആണ് പറയുന്നത്. ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങളെ നയിക്കേണ്ടത്, അവർക്ക് നല്ല വിശ്വാസം, ശരിയായ വിശ്വാസം പറഞ്ഞു കൊടുത്ത് സ്വർഗത്തിലേക്കാണ് നയിക്കേണ്ടത് ഈ ആലിമീങ്ങൾ, പണ്ഡിതന്മാർക്കുള്ള കടമ. ആലിം വർഗത്തെ സൃഷ്ടിക്കുന്നത് തന്നെ, ആലിം വർഗത്തെ നമ്മൾ പോറ്റി വളർത്തി അവർക്ക് വേണ്ടിയതായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്ത് അവർ എന്ത് ചെയ്താലും നമ്മൾ ശരിവെച്ചും കൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ചെയ്യുന്നു, എല്ലാം അവരുടെ ചുമതല കൊണ്ടാണ്. അവർക്കതിനെ ഏൽപ്പിച്ച് കൊടുത്ത് അവരെ വിശ്വസിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ മേലാണ് ഒരുപാട് പണം ഇറക്കി എല്ലാം ചെയ്യുന്നത്. എന്തിനാണ്? സാധാരണക്കാരെ, വിദ്യാഭ്യാസം ഇല്ലാത്തവരെയും സാധാരണക്കാരെയും സ്ത്രീകളെയും എല്ലാം പരലോകത്ത് വിജയിക്കാൻ വേണ്ടി, പരലോകത്ത് വിജയിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എന്നല്ലാതെ ഇവിടെ ബിസിനസ് ചെയ്യാനോ തട്ടിപ്പ് ചെയ്യാനോ കള്ളം പറഞ്ഞ് കള്ളവിശ്വാസം പറഞ്ഞ് അതുപോലെ പറ്റിച്ച് ജീവിക്കാനോ അല്ല. ഇവരെ നമ്മളെല്ലാവരും, ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം പള്ളിക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ആലിമികളും പണ്ഡിതന്മാരും ഇതിന് പണം ഇറക്കില്ലെങ്കിലും പ്രവർത്തനം കൊണ്ട് അവരും കഷ്ടപ്പെടുന്നു. ഇതെല്ലാം കഷ്ടവും നഷ്ടവും അനുഭവിച്ചും കൊണ്ട് നമ്മൾ എവിടത്തേക്കാണ് പോകേണ്ടത്? നമ്മുടെ ലക്ഷ്യം എന്താണ്? പരലോക വിജയം. ഇവിടെ എന്തായാലും ഇവിടെ അല്പകാലം താമസിക്കാൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരലോക വിജയത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണമെങ്കിൽ അതിന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തേ പറ്റൂ. അത് ഉസ്താദാണെങ്കിലും ശിഷ്യന്മാരാണെങ്കിലും ആരാണെങ്കിലും അത് ഉസ്താദ് എന്ന് ബഹുമാനിച്ച് ശിഷ്യന്മാർക്ക് അറിയുന്നത് പറയാതെ നിർവാഹമില്ല. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം സക്കാഫി പറയുന്നത്. ആദ്യം നമ്മൾ എ പി ഉസ്താദ് പറയുന്നത് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറൻ, കുട്ടികൾ കേൾക്കുന്നുണ്ടോ? ഫൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം. അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു. ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ? നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, നിയന്ത്രിക്കുന്നവർ. അപ്പോൾ അല്ലാഹു അല്ല എന്ന് ഉറപ്പാണല്ലോ. അല്ലാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ, അല്ലാഹു ഒരുവനാണല്ലോ. അപ്പോൾ നിയന്ത്രിക്കുന്ന കൂട്ടര് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അല്ല. അല്ലാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അല്ലാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ സഹോദരന്മാരെ, ഇതാണ് അവിടുത്തെ CM വടവൂരിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഔലിയാക്കന്മാരെ നമ്മൾ ബഹുമാനിക്കണം.
ബഹുമാനിച്ചും കൊണ്ട് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്കോ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അധികാരത്തിലേക്കോ ഇവരെ എത്തിക്കേണ്ടതൊന്നുമില്ല. നമ്മൾ ബഹുമാനിക്കണം. ഔലിയാക്കന്മാർ എന്നുള്ള ബഹുമാനം ഔലിയാക്കന്മാർ ആണെങ്കിലും അതല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ ബഹുമാനിക്കണം എന്നല്ലാതെ അവരെ നമ്മൾ പടച്ചവൻ്റെ എത്തിക്കലല്ല. ഇത് അതാണ് ബഹുമാനം. മൂത്തു അവിടെ വരെ എത്തിയതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ അബ്ദുൽ സഖാഫി എന്താണ് പറയുന്നത് അതാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇവിടെ പ്രധാനമായി നമുക്ക് മനസ്സിലാക്കുന്നത് അതിനെ കേട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ വിശ്വാസം, ഇവർ വല്ലാത്ത ഉയർച്ചയിലുള്ള ആലിമ്യങ്ങൾ, പണ്ഡിതന്മാർ, വലിയ ഉസ്താദല്ലേ എന്ന് പറഞ്ഞ് അവർ പറയുന്നത് കേട്ടാൽ നമ്മുടെ അവസാനം, നമ്മുടെ പരലോകം എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ആയിപ്പോകും. അതുകൊണ്ട് ഇവിടെ ഇവരുടെ വിശ്വാസം നമ്മൾ സലഫിയോ മുജാഹിദുകളോ പറയുന്നത് കേൾക്കാൻ പാടില്ല എന്ന് പ്രസംഗിച്ച് നമ്മൾ പറയുന്നത് അതിനേക്കാൾ അബദ്ധമാണ്. അതിനേക്കാൾ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന കാര്യത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഇദ്ദേഹം പറയുന്നത്, അബ്ദുൽ സഖാഫി പറയുന്നത് വളരെ ക്ലിയറായി അദ്ദേഹം പറയുന്നു. അതാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് കേട്ടോളൂ. ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗക്കാരങ്ങനെ പറയുന്നു എന്നതിലേറെ നല്ലത് ഒരു കൂലി പ്രഭാഷകൻ അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഉപജീവനത്തിന് വേണ്ടി എന്ന് പറയലായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ലോകത്ത് ഒരു അയിമത്തിനോ അറബിയിൽ എഴുതിയ ഒരു ഗ്രന്ഥത്തിലോ അങ്ങനെ മുദബ്ബിറുൽ ആലം ഇന്ന ആളാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉദ്ധരിച്ചിട്ടേ ഇല്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ജീവിത മാർഗമായി മാത്രം മനസ്സിലാക്കിയാൽ മതി. അതേപോലെ മറ്റൊരു കാര്യം, അങ്ങനെ ലോകത്തിന്റെ നിയന്ത്രണം, അതായത് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ അവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മുദബ്ബിറുൽ ആലം എന്നാണ് ഈ വ്യക്തി പ്രസംഗിക്കുന്നത്. ആ പ്രസംഗിക്കുന്നിടത്ത് ആലം എന്ന് എന്തിനെല്ലാം പറയുമോ അതെല്ലാം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം തന്നെ കേൾക്കാം. അലറത്തിൽ കുതിസിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ ഒന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത, ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ, ഒരു മഹാന്റെ, ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. മടവൂർ ശൈഖുനെ പഠിപ്പിച്ചതാണ് അന മുദബ്ബിറുൽ ആലം. ആലം എന്നതിൽ എന്തൊക്കെ പെട്ടു അതിന്റെ മുദബ്ബിറാണ് ശൈഖ് മടവൂർ. ലോകം എന്ന് ആലം എന്ന് എന്തിനാണോ പറയുന്നത് അതിന്റെ എല്ലാം മുദബ്ബിറാണ് മടവൂർ, CM മടവൂർ എന്നാണ് പറഞ്ഞത്. പച്ചക്കള്ളാണ് ഇത്. നമ്മുടെ അഖീദയോട്, അഖീദയുടെ ഉസൂലുകളോട് തന്നെ യോജിക്കാത്ത കാര്യമാണ്. മഹാനായ തഫ്താസാനി അവിടുത്തെ ശറഉൽ മഖാസിദിൽ ഈ വിഷയം പറഞ്ഞുകൊണ്ട് പറയുന്നു, ഹഖീഖത്തു തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദു അദമി ശരീക് ഫിൽ ഉലൂഹിയത്തി വ ഖവാസിഹ. ഉലൂഹിയത്തിലും ഉലൂഹിയത്തിനോട് അനിവാര്യമായി വരുന്ന കാര്യങ്ങളിലും അള്ളാഹു മാത്രമേ ഉള്ളൂ, അതിന് അർഹതപ്പെട്ടവൻ അള്ളയുള്ളൂ, അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കലാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, വലാ നിസാഅ ലി അഹ്ലിൽ ഇസ്ലാം. മുസ്ലിമീങ്ങൾക്ക് സംശയമില്ല ഫീ അന്ന തദ്ബീറൽ ആലം, ആലമിന്റെ നിയന്ത്രണം, വഖൽഖൽ അജ്സാം, ജിസ്മുകളെ സൃഷ്ടിക്കുക എന്നത്, വസ്തിഹ്ഖാഖൽ ഇബാദ, ഇബാദത്തിന് അർഹതയുണ്ടാവുക എന്ന കാര്യവും, വഖീദമ മാ യഖൂമു ബിനഫ്സിഹി, സ്വയം ഉള്ള ഏതൊരു കാര്യവും അതെല്ലാം കുല്ലഹാ മിനൽ ഖവാസ്, അത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാകുന്നു. ഇവന്റെ CM മടവൂരിന് കൂടെ അതുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകത എന്ന് പറയോ? മാത്രല്ല, നിങ്ങൾ ശ്രദ്ധിക്കൂ, അഖീദയില് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമാമാണ് പറയുന്നത്, ലാ നിസാഅ ലി അഹ്ലിൽ ഇസ്ലാം. മുസ്ലിമീങ്ങൾക്ക് മുസ്ലിങ്ങളാണ് എന്ന് ഇക്കാലം വരെ പറഞ്ഞു വന്ന ഒരു വിഭാഗത്തിനും ഈ വിഷയത്തിൽ സംശയമേ ഇല്ല എന്നാണ്. ഈ ഒരു കൂലി പ്രഭാഷകനെ നമ്മൾ ഏത് കൂട്ടത്തിലാണ് പെടുത്തേണ്ടത് എന്നത്. ബഹുമാനമുള്ളവരെ, ഇവിടെ ഉസ്താദ് പറഞ്ഞത് ശരിയായില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതുമല്ല, പകരം ഉസ്താദ് പറഞ്ഞത് ശരിയായില്ല എന്ന് കാണിക്കുന്നതുമല്ല. അവരെ ബഹുമാനിക്കാതെ, നമ്മളും എല്ലാവരും ബഹുമാനിക്കുന്നവരാണെങ്കിലും
വിശ്വാസത്തെ ശരിയായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു തന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ അനുസരിക്കേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. നമ്മളെ പടച്ചത് അള്ളാഹുവാണ്, ഈ ലോകത്തെ പടച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. നമ്മളെ അള്ളാഹു പടച്ചതാണെങ്കിൽ നമ്മുടെ ദുആകൾക്ക് അള്ളാഹു തആല ഉറപ്പായും ഉത്തരം നൽകും. ആരോട് ചോദിച്ചോ, ഏതെങ്കിലും ഒരു ഉപ്പാപ്പയെ വിളിച്ച് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവരെ ബഹുമാനിച്ചോളൂ. എങ്കിലും വിശ്വാസത്തെ നിങ്ങൾ ഇതുപോലെ വികൃതമാക്കരുത്. അതിനൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ളതല്ല, പരലോക വിജയത്തിനാണുള്ളത്. ഇവിടെ നമ്മൾ വിശ്വാസത്തോടു കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിരിക്കുന്ന എല്ലാ ഇബാദത്തുകൾ എടുക്കുന്നു. ഇതെല്ലാം നല്ല വിശ്വാസത്തോട് എടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ രക്ഷയുള്ളൂ, എവിടെയും പരലോകത്തും രക്ഷയുള്ളൂ. അതല്ലെങ്കിൽ എന്താണ് ഫലം? വെറുതെ നിസ്കരിച്ചു, അള്ളാഹിനെ വിളിച്ചു, ബാങ്ക് കൊടുത്തു, നമസ്കരിച്ചു, എല്ലാം ചെയ്തു, അതിനുശേഷം ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂറാണെന്ന് പറഞ്ഞു. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ആർക്ക് ഈ ലോകത്ത് ജീവിക്കാനും വേണ്ടി ഇതെല്ലാം തട്ടിപ്പും കളവും എല്ലാം പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ പകർ ഉസ്താദ് അതാണ് ചെയ്യുന്നത്. പകർ ഉസ്താദ് ഒരു സാധാരണ ഒരു വ്യക്തിയല്ല, നല്ലൊരു ആലിമാണ്, പണ്ഡിതനാണ്, ഒരുപാട് ശിഷ്യന്മാരുള്ളതാണ്. എങ്കിലും അവർ പറയുന്നത് കേട്ടാലോ, ഒരുപാട് കറാമത്തുകൾ പകർ ഉസ്താദ് പറയുന്നു. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാം യൂട്യൂബിൽ. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദ് പറയുന്നു. അതിൽ വളരെ എല്ലാം യാഥാർത്ഥ്യമാണെന്ന് കേട്ട് നമ്മൾ വിശ്വസിച്ച് ഒന്നും അറിയാത്തവർ വളരെ പയച്ചു പോകുന്നു. ബുദ്ധിമുട്ടാണത്. അവരുടെ വിശ്വാസം എവിടത്തേക്കോ എത്തുന്നു എന്നല്ലാതെ അള്ളാഹുവിനോടുള്ള ഭയം, അള്ളാഹുവിനോടുള്ള ആദരവ് അതെല്ലാം കുറഞ്ഞാൽ അതിൻ്റെ കാരണക്കാരൻ നമ്മളായി പോകും. അതുകൊണ്ട് നല്ല രീതിയിൽ നല്ലത് ആരാണ് പറയുന്നത് എന്ന് കേൾക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ, നമസ്കാരം, അതുപോലെ നോമ്പ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക, ദാനധർമ്മം ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, ഇതെല്ലാം കാര്യം. വിശ്വാസത്തിൻ്റെ പിറകിൽ പോയിട്ട് ഒരു കാര്യവുമില്ല. അന്ധവിശ്വാസമാണ് ഇതുപോലെയുള്ളതെല്ലാം. ആ വിശ്വാസം എന്ന് പറഞ്ഞ് അവിടെ നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നമസ്കരിച്ച് അവിടെ ദുആ ചെയ്താൽ അതിനുള്ള ഫലം എവിടെയോ പോയി ഒരുപാട് ബസ്സിന് കാശ് കൊടുത്തു അവിടെ അട്ടഹസിച്ച് ദുആ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവരുടെ അബ്ദുൽ സലാം സക്കാഫി പറഞ്ഞതുപോലെ ഇവരുടെ ചെലവിൻ്റെ കാശിന് വേണ്ടി, ഇവരുടെ ജീവിതത്തിന് വേണ്ടി, ആഡംബര ജീവിതത്തിന് വേണ്ടി ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നല്ലപോലെ സൂക്ഷിക്കണം. ഉസ്താദന്മാരോടെല്ലാം ബഹുമാനമുണ്ടാകട്ടെ. എങ്കിലും അവർ പറയുന്നത് അവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന് അവർ കരുതി നല്ല രീതിയിൽ പറയണമെന്നാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.